KCB താൽക്കാലിക ജീവനക്കാരനായ സന്തോഷ് കൃത്യസമയത്ത് വൈദ്യസഹായം ലഭിക്കാതെ കഴിഞ്ഞ ദിവസം മരിച്ചതിനെ തുടർന്ന് പാറശാല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് വ്യാപക പ്രതിഷേധം. പരിസരത്ത് ആംബുലൻസ് ഇല്ലെന്നാണ് പറഞ്ഞത്. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇത് മരിച്ചാളിപ്പം നിങ്ങളുടെ സഹപ്രവർത്തകനാണ്? എന്റെ സ്റ്റാഫാണ്. നിങ്ങളിപ്പോ കൂടെ പറപ്പാണ്. അടിയന്തര ഘട്ടത്തിൽ പ്രാണവായു നൽകാൻ പോലും ആളില്ലാത്ത അവസ്ഥയിലായിരുന്നു ആശുപത്രിയിലെന്ന് മരിച്ച സന്തോഷിന്റെ സുഹൃത്തുക്കൾ പറയുന്നു. ജോലിക്കിടെ കുഴഞ്ഞു വീണതാണ് സന്തോഷിന് ഏകദേശം കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെയാണ് സഹപ്രവർത്തകർ ആശുപത്രിയിൽ എത്തിക്കുന്നത്. എന്നാൽ ഈ സമയം കാഷ്വാലിറ്റിയിൽ മതിയായ ഡോക്ടർമാരോ നഴ്സുമാരോ ഉണ്ടായിരുന്നില്ല. മരണം മുന്നിൽ കാണുകയായിരുന്നു സന്തോഷ്. പിടയുന്ന സന്തോഷിന് ഓക്സിജൻ മാസ്ക് ഘടിപ്പിക്കാൻ പോലും ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാർക്ക് അറിയില്ലായിരുന്നു എന്ന് ഒപ്പമുണ്ടായിരുന്നവർ പറയുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ചികിത്സ ലഭിക്കാതെയാണ് സന്തോഷ് മരണത്തിന് കീഴടങ്ങിയത്. ഈ ആശുപത്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്തിടെ 46 കോടി രൂപ ചിലവിൽ നവീകരിച്ച് ഉദ്ഘാടനം ചെയ്ത ആശുപത്രിയിലാണ് ഈ ദുരവസ്ഥ. ഇത് പ്രതിഷേധത്തിന്റെ ആക്കം കൂട്ടുകയാണ്. ഹൈടെക് സൗകര്യങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും ജീവൻ രക്ഷിക്കാനുള്ള പ്രാഥമിക സംവിധാനങ്ങൾ പോലും പ്രവർത്തനക്ഷമമല്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മരണവിവരം അറിഞ്ഞതോടെ ആശുപത്രി പരിസരത്ത് സഹപ്രവർത്തകരും നാട്ടുകാരും തടിച്ചുകൂടി പ്രതിഷേധിച്ചു. സ്ഥിതിഗതികൾ വഷളായതിനെ തുടർന്ന് പാറശാല CI സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. നിലവിൽ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണെന്നാണ് അറിയുന്നത്. സംഭവത്തിൽ അന്വേഷണം വേണമെന്നും കുറ്റക്കാരായ ജീവനക്കാർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടരുകയാണ്. അത്യാധുനിക കെട്ടിടമുണ്ടായിട്ടും ജീവനക്കാരുടെ കുറവ് കാരണം രോഗികൾ ദുരിതം അനുഭവിക്കുന്നത് താലൂക്ക് ആശുപത്രിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണ് എന്ന ആരോപണവും ഉയർന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ വിധി എന്താകും എന്നറിയാൻ കാത്തിരിക്കുന്ന ഒരു കാലയളവാണ് ഈ ദിവസങ്ങൾ. ഈ ദിവസങ്ങളിൽ തന്നെയാണ് സർക്കാരിന്റെ ഒരു ആശുപത്രി, അതും ഇത്രയേറെ കോടി രൂപ ചെലവഴിച്ച് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഒരു ആശുപത്രിയിൽ ഒരു ശ്വാസം മുട്ടുണ്ടായാൽ പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രാഥമിക സംവിധാനം പോലും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യ കേരളത്തെ ഞെട്ടിപ്പിക്കുന്നത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ ആശുപത്രികളിൽ സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഓരോ ആശുപത്രികളിൽ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ഉള്ളത് എന്നുള്ളത് അവിടെ ഒരു അസുഖം വന്ന് പോകുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കൂ. ഒട്ടുമിക്ക സർക്കാർ ആശുപത്രികളിലും എല്ലാ സംവിധാനങ്ങളും പോയിട്ട് സംവിധാനങ്ങൾക്കൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് തള്ളിക്കളയാനാകില്ല. നിരവധി പരാതികൾ ഇതിനു മുൻപും വന്നിട്ടുണ്ട്. കുറ്റമറ്റ ഒരു ആശുപത്രിയെങ്കിലും കേരളത്തിൽ ഉണ്ടോ എന്ന ചോദ്യവും ഇപ്പോൾ ഇവിടെ ഉയരുകയാണ്. എന്തായാലും സർക്കാരിനെ കുറ്റപ്പെടുത്തുകയല്ല, ഇതിപ്പോ ഏത് കക്ഷികൾ ഭരണം നടത്തിയാലും ഇത്തരം പ്രശ്നങ്ങൾ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് നമ്പർ 1 എന്ന് പറയുന്നത് വെറും വാക്കാകരുത്. അത് നമ്പർ 1 എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് സത്യമാക്കുന്ന രീതിയിൽ തന്നെ ആര് ഭരിച്ചാലും ഏത് സംസ്ഥാനം ആര് ഭരിച്ചാലും അവിടെ അത് കുറ്റമറ്റ സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അത് ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റുന്ന ഒരു സർക്കാരിന് ആണ് ഒരു നല്ല സർക്കാർ എന്ന് അവകാശപ്പെടാൻ സാധിക്കുക. ആരോഗ്യ മേഖല, ഭക്ഷണ മേഖല, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല, ഈ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്ന ഒരു സർക്കാർ ഉണ്ടാകേണ്ടതാണ് ഒരു രാജ്യത്തിന്റെയും ഒരു സംസ്ഥാനത്തിന്റെയും ഏറ്റവും പ്രധാനമായ ആവശ്യം. പക്ഷെ അത് കഴിഞ്ഞ ഈ ഒരു 10 വർഷം ഒരുപാട് പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയിൽ കേരളം കണ്ടതാണ്. ഇനിയും ഒരു മൂന്നാമത് ഭരണം വന്നാൽ ഇതൊക്കെ മാറ്റി, ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിയുള്ള ഒരു ആരോഗ്യ കേരളമാണ് ആദ്യം സർക്കാർ കെട്ടിപ്പടുക്കേണ്ടത് എന്ന് ഇതിലൂടെ ഈ ഒരു വാർത്തയിലൂടെ സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ്. അതിനെ ആര് ഭരണത്തിൽ വന്നാൽ LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, ആര് വന്നാലും അത്തരം ഒരു തീരുമാനം എടുക്കുക തന്നെ വേണമെന്നുള്ള ആവശ്യം ജനങ്ങൾക്കിടയിലും ശക്തമാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.